ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരുപാട് ജില്ലകളിലാണ് ഇപ്പോൾ അവധികൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തകൾ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഇതിന് റീസൺ? കനത്ത മഴയാണ്, അതിതീവ്ര മഴയാണ്. പലയിടങ്ങളിലും വീടുകൾ വീണുപോകുന്ന അവസ്ഥയാണ്. മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളിലേക്ക് വരെ സാധ്യതകൾ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചെറിയ കുട്ടികൾ തൊട്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കലക്ടേഴ്സ് ഉത്തരവാകുന്നത്. തീർച്ചയായിട്ടും ഏതൊക്കെയാണ് ജില്ലകൾ എന്നറിയാൻ ആകാംക്ഷയോടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ SSLCയോ അല്ലെങ്കിൽ +1 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ താഴെ ഒരു മൊബൈൽ നമ്പർ ഇങ്ങനെ പോകുന്നില്ലേ, ആ മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് A+ ലഭിക്കാനുള്ള ഷുവർ A+ ബുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് +1ലും SSLCയിലും ആവശ്യമായ A+ ലഭിക്കാനോ ഫുൾ മാർക്ക് ലഭിക്കാനോ ആവശ്യമുള്ള ഷുവർ A+ ബുക്ക് താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഓക്കെ, ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്, അത് സത്യമാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെയാണ് ജില്ലകൾ എന്ന് ചോദിക്കുമ്പോൾ കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയും, വയനാട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ്, പാലക്കാട്, ഇടുക്കിയൊക്കെ ഉൾപ്പെടെ തന്നെയാണ് അവധി പ്രഖ്യാപിച്ചത്. എന്നാൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്കടക്കം അവധി ബാധകമാണെന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ MS സൊല്യൂഷൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബുധനാഴ്ചയും അവധി ലഭിച്ചേക്കും. ആ രീതികളിലാണ് കേരളത്തിൻ്റെ മഴ എന്ന് പറയുന്നത്. ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവധി ലഭിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ജില്ലകളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജില്ലകളിലെ കുട്ടികൾ നാളെ സുരക്ഷിതരായി വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ, ഇതൊരിക്കലും നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയല്ല. കാരണം ഈ സമയത്ത് ഈ അവധികൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. പല ജില്ലകളിലും പലരും ഒഴുക്കുകളിൽ പെട്ടുപോകുന്നുണ്ട്, പലരും മരണത്തിലേക്ക് വഹിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും മഴ ഒരു എന്താ പറയുക, പേടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. പറയാൻ പറ്റില്ല എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. ഓക്കെ, എംസാൻ്റെ സിമെൻറ്റ് ഒക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും. ഇനിയും ഒരുപാട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചേക്കാം. മലപ്പുറത്തും കണ്ണൂരെയും കുട്ടികളാണ് കൂടുതൽ ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.